ഹലോ ഗൈസ്, അപ്പോൾ സിറൈ ഫിലിം ഞാൻ കണ്ടിരിക്കുകയാണ്. ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ട്രിഗറാവും. ചിലപ്പോൾ പല പല പോയിൻറ്റ്സിൽ നിങ്ങൾക്ക് ട്രിഗറാവും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. പല എലമെൻസും കാണും. ഇത് മോസ്റ്റ്ലി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ പല സിനിമയിൽ നിന്നും നമ്മൾ കാണുന്ന രീതി തന്നെ മാറിയിട്ടുണ്ട്. ആ ഫ്രെയിമിന് പുറത്താണ് എപ്പോഴും പടം കാണാൻ വേണ്ടി ഇരിക്കാൻ നേരത്ത് നമ്മൾ ഇരിക്കുക. ലൈക്ക് എപ്പോഴും നമ്മൾ ആ ഫിലിമിൽ ഇന്നാവുക എന്നുള്ള ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവും നമുക്ക്. പക്ഷേ ഈ സിനിമ ഒരു ഡെബ്യൂ ഡയറക്ടറിൻ്റെ ഫിലിമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ അങ്ങനെ പെട്ടെന്ന് ആ ഫിലിമിൽ ഇന്നായിപ്പോയി. പല പോയിൻറ്റ്സിലും നമ്മൾ ഇമോഷണലി ട്രിഗർ ആവുന്ന ഈ ആർട്ടിക്കിൾ 14-നകത്തൊരു സീനുണ്ട്. ലൈക്ക് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ജാതിയെപ്പറ്റി പറയുന്നത്. അതായത് ഇവൻ ബ്രാഹ്മണനാണ്, ഇവൻ മറ്റേ ജാതിയാണ്, ഇവൻ അതിന് താഴെയുള്ള ജാതിയാണ്. അവിടെയുള്ള ജാതിയുടെ ഇങ്ങനെ ലെയർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ആയുഷ്മാൻ ഖുറാന ചോദിക്കുന്നുണ്ട് വാട്ട് ദ ഫക്ക് എന്ന്. അതുപോലെ പല പ്രാവശ്യം ട്രിഗർ ചെയ്യുന്ന മൊമെൻറ്റ്സ് ഉള്ള സിനിമയാണിത്. ലൈക്ക് ഇതുപോലെ കോർട്ട് എ സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഉണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ സിനിമ. ക്രേസി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരു സിനിമയെപ്പറ്റി വൈകാരികമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അങ്ങനെ അങ്ങനെ അധികം സിനിമകൾ അങ്ങനെ ഉണ്ടാവാറില്ല, അങ്ങനെ നടക്കാറുമില്ല മോസ്റ്റ്ലി. പക്ഷേ ചില സിനിമകൾ നമ്മളെ മറ്റേ സോണിൽ നിന്ന് സേഫ് സോണിൽ നിന്നും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ മറന്നിട്ട് പുറത്തേക്ക് വരുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതെനിക്ക് ഈ ഫിലിമിൽ ഫീൽ ചെയ്തു ആഫ്റ്റർ ലോങ് ടൈം. കോർട്ട് വേഴ്സസ് എ നോബഡി, പിന്നെ അതുപോലെ തന്നെ വഴക്കിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട്, വിസാരണൈ. അപ്പോൾ ഈ സിനിമയുടെ പാറ്റേൺ ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു ഡെബ്യൂ ഡയറക്ടറിൻ്റെ ഫിലിമായിരുന്നു? അല്ല, ഇതെല്ലാം ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഫിലിമാണ്. പക്ഷേ ഇതൊരു ഡെബ്യൂ ഡയറക്ടറാണെന്ന് പറയുമ്പോൾ ദാറ്റ്സ് ക്രേസിയസ്റ്റ് തിങ്. പിന്നെ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാഷ്വലി നമ്മൾ ഈ സിനിമ കാണുന്ന നേരത്ത് നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ജസ്റ്റ് ഒരു ലീനിയർ ഫിലിം ആയിരിക്കാം. മേ ബി 1-2 ലേയേഴ്സ് ഉണ്ടാവും, പാസ്റ്റും പ്രസൻറ്റൊക്കെ മിക്സ് ചെയ്ത് കാണിക്കുമായിരിക്കും, എന്നാലും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുള്ളത്. ലൈക്ക് ഇതൊരു ക്രൈമാണ്, ത്രില്ലറാണ്. ബട്ട് ഇത് ഒരു കേസിനെ പറ്റിയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിപ്പം കോർട്ട് വേഴ്സസ് നോബഡിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കേസിനെ ബന്ധിച്ചിട്ടുള്ള കാര്യം. പക്ഷേ ഇതിനകത്ത് ഇൻസിഡൻറ്റിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, അത്രേ വ്യത്യാസമുള്ളൂ. പക്ഷേ അതൊരു സാഡ് പാർട്ട് എന്ന് വെച്ചാൽ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സ് പല വേരിയേഷൻസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു സിനിമയെ പറ്റി ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു റിവ്യൂവറായിട്ട് ചിന്തിച്ചിട്ട് പറയാം. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ സിനിമയെ കണ്ടില്ല, ഹോണസ്റ്റ്ലി പറയാം. ഒരു ഇത്ര ലെയർ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. അത് നമ്മൾ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയിട്ട് ഒന്ന് ആലോചിക്കുമ്പോൾ ആദ്യം ഒരു നോർമൽ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് വിചാരിക്കും. പിന്നെ ഇത് പാസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്ന അതൊരു ന്യൂ വേ ഓഫ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇത് മുൻപുള്ള സിനിമകളിൽ ഉണ്ടോയെന്ന് കണ്ടിട്ടില്ല ഞാൻ. ബട്ട് അത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഓഫ് കോഴ്സ് ആ ഫിലിമിലും എനിക്ക് തോന്നിയ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതായത് പല സോങ്സ് ഉണ്ട്, ഒരു 3-4 സോങ്സ് ഉണ്ട് ഈ ഫിലിമിനകത്ത്. ഇതേപോലത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സിനിമയ്ക്കകത്ത് ചിലപ്പോൾ ഈ സോങ് ചിലപ്പോൾ ഞാനൊരു ഫാൻ അല്ലായിരിക്കാം ഇങ്ങനത്തെ സിനിമകളിലൊരു സോങ് വരുന്നതിൻ്റെ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് സോങ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സാണ്, ഭയങ്കര രസമുണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ. പക്ഷേ ഈ സിനിമ വെൻ ഇറ്റ് കംസ് ടു സിനിമ അത് ചില സമയത്ത് കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആയോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം, പറ്റുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ. പിന്നെ കാസ്റ്റിൻ്റെ കാര്യം പറയാനില്ല, എല്ലാവരും ഇതിൽ ആ ഒരു കേസിൻ്റെ ഒരു ജയിൽ പുള്ളിയായിട്ട് അഭിനയിച്ച ആ പയ്യനെ മുന്നേ ഞാൻ കണ്ടിട്ടില്ല സിനിമയിലൊന്നും. മേ ബി നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയില്ല, സോറി. പക്ഷേ ആ പയ്യൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് 2 ഫീമെയിൽ ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഈ പയ്യൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചൊരു ആക്ട്രസ് ഉണ്ട്. ഒരു രക്ഷയില്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ പെർഫോമൻസ്. അതിന് ഭയങ്കര തെറിയും ഒരു വെട്രിമാരൻ പടത്തിനകത്ത് വരുന്ന രീതിയിലുള്ള തെറികളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം അതിനെ ഭയങ്കരമായിട്ടും ക്യാരി ചെയ്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇവൻ തിരിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കയറും, ഒന്നില്ലെങ്കിൽ ഒതുങ്ങിപ്പോണം, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കണം എന്നുള്ള മാനസികാവസ്ഥയൊക്കെ ഭയങ്കരമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അതിന് വിഷ്വലി കമ്മ്യൂണിക്കേറ്റും കൂടെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡെബ്യൂ ഡയറക്ടറിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ അതൊക്കെ നമ്മൾ വൈകാരികമായിട്ട് നമ്മളെ ഇറങ്ങി അടിക്കട പിടിച്ച് ഒരെണ്ണം കൊടുക്കട എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സീൻസ് ഉണ്ട്.
അത് ഓപ്പോസിറ്റ് എന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തൊരു പുള്ളിയാണെങ്കിലും പുള്ളി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എന്നാലേ നമുക്ക് ആ സാധനങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഡയലോഗ്സ് ആണെങ്കിലും വെൽ റിട്ടേൺ ഡയലോഗ്സാണ്. ഫസ്റ്റ് ഹാഫിലൊക്കെ പല ഡയലോഗ്സും നമ്മളെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ഉണ്ട്. സോ ഈ ഫിലിം ഒരു ഹോൾ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇങ്ങനെ പ്ലോട്ടുണ്ട്, ഇങ്ങനെ സംഭവങ്ങളുണ്ട്, അങ്ങനെയൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളൊരു ബ്ലാങ്ക് മൈൻഡോടെ പോവുക, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ചുമ്മാ സിനിമ ഒന്ന് കാണാൻ പോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടു നോക്കൂ. അപ്പോൾ ബൈ.